ഹായ്, ഹലോ, നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 5 ഡേ 4ൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ ശരി രാവിലെ തന്നെ ബിന്നി, അക്ബറും ശരത്തും എല്ലാം കൂടെ ബിന്നി എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് നമുക്ക് ശൈത്യേനെ പൊക്കിയെടുക്കാമെന്ന്. അപ്പോൾ ശൈത്യേനെ അങ്ങനെ തന്നെ അവർ പോയിട്ട് പതിയെ ചെന്ന് കട്ടിലോട് കൂടി പൊക്കിയെടുത്ത് ആ, കൊൺ അകത്തേക്ക് ആ ലൈനിലേക്ക് ലൈൻ റെഡ് ലൈനിലേക്ക് വെക്കാൻ നോക്കുന്ന നേരം ശൈത്യം എഴുന്നേറ്റു. അതുകൊണ്ട് ശൈത്യം രക്ഷപ്പെട്ടു. അവരുടെ പ്ലാൻ പൊളിഞ്ഞു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ "ഓ ശൈത്യ നീ നന്നായിട്ട് കളിച്ചു" എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിട്ട് ശൈത്യ അവരോട് പറയുന്നുണ്ട്, "ശോ ഇവരെന്നെ ജസ്റ്റ് മിസ്സാണ് കേട്ടോ, അവരെന്നെ പൊക്കിക്കൊണ്ട് പോയേനുമായിരുന്നു" എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഷാനവാസ് അവിടെ അടങ്ങുന്നൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അവർ. അതിനുശേഷം മോർണിംഗ് സോങ് അതിനുശേഷമാണ് വരുന്നത്. പിന്നെ അനീഷും ഷാനവാസും കൂടിയുള്ള ഒരു ടോക്കിംഗ് ആണ്. അപ്പോൾ ഈ ഷാനവാസിനോട് അനീഷ് പറയാണ്, "നിന്നെ ഞാൻ വിടില്ലടാ ഷാനവാസ്, വിടില്ല." ഷാനവാസിൻ്റെ പുറകെ തന്നെ നടക്കുകയാണ് അനീഷ്. അനീഷ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാവരെയും ഉണ്ടെങ്കിൽ പോലും ഷാനവാസിൻ്റെ മെയിനായിട്ടും ഷാനവാസിൻ്റെ ഗെയിം പൊളിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ഷാനവാസിനോട് പറയുന്നുണ്ട്, "നിന്നെ ഞാൻ വിടില്ല വിടില്ല വിടില്ല" എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഷാനവാസിനോട് പറഞ്ഞു, "ഷാനവാസെ നിന്നെ മറ്റാരെക്കാട്ടിലും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാനാണ്. നിൻ്റെ ഈ കള്ളക്കളിയൊന്നും ഇവിടെ നടക്കില്ല" എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പറയുക. എന്നിട്ട് അനീഷിൻ്റെ ഉള്ളിലേക്കൊരു റിയാസ് കയറുന്നുണ്ടോയെന്നൊരു റിയാസിൻ്റെ പോലെ അതായത് "സ്റ്റേ അവേ ഫ്രം മീ, സ്റ്റേ അവേ ഫ്രം മീ" എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇംഗ്ലീഷൊക്കെ തട്ടിവിട്ട് നമ്മുടെ ഇയാൾ നടക്കുന്നുണ്ട് അനീഷ്. അനീഷിൻ്റെ ആ ഒരു ടോക്കിംഗ് വേ ഓഫ് ഇംഗ്ലീഷൊക്കെ രസമുണ്ട്. പിന്നെ അത് ഷാനവാസ് തിരിച്ച് അതേപോലെ തന്നെ ചിരിച്ചുകൊണ്ട് കളിയാക്കുന്നുണ്ട്. ആ ശരി അമ്പ്ര" എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇയാൾ പോകുന്ന വഴിക്ക് ഷാനവാസ് അവിടെ നിന്ന് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ചൂലേ എന്നൊക്കെ വിളിച്ച് കളിയാക്കും. ശരത്ത് അതുവഴി ചൂലുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചൂലേ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു രാവിലെ നടന്നത്. അതിനുശേഷം രേണു, ഷാനവാസ് അങ്ങനെ അവിടെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരോട് ഈ സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂവിനെ പറ്റിയാണ് രേണു സംസാരിക്കുന്നത്. രേണു എന്നിട്ട് പറയുന്നു, "അത് ഞാൻ വിധവയാണ്, ഞാൻ ലേഡിയാണെന്നൊക്കെ പറയുമ്പോൾ അതവിടെ അക്ബർ ഓൾറെഡി ഇതിന് ക്ഷമ പറഞ്ഞു കഴിഞ്ഞു രേണുവിനോട്. പക്ഷേ രേണു ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ അക്ബർ പറയാണ്, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് തിരിച്ചു വന്നോളൂ എന്നുള്ള രീതിയിൽ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട, നിങ്ങളിത് തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട്. അപ്പോൾ അനു അവിടെ നേരെ രേണുവിനെ പൊളിക്കുന്നുണ്ട്. രേണുവിനോട് പറയുന്നുണ്ട്, "ചേച്ചി ഇത് നിങ്ങളെ മാത്രമാണ് പറഞ്ഞത്, അല്ല വിധവകളെ പറഞ്ഞില്ല, ലേഡീസിനെ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങളോട് മാത്രമാണ് പറഞ്ഞത്. അതിനെ നിങ്ങൾ ഇഷ്യൂ ആക്കിയോ, ഈ വാക്ക് ഉപയോഗിച്ചതിന് നിങ്ങൾ ഇഷ്യൂ ആക്കിയോ, പക്ഷേ അത് മറ്റുള്ളവരുടെ പേരിലേക്ക് എടുക്കരുതെന്ന്" അനു പറഞ്ഞ് അവിടെ രേണുവിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. രേണുവിന് പിന്നെ ഒന്നും പറയാനൊന്നുമില്ല. പിന്നീട് നടക്കുന്നത് ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിബേറ്റാണ്. ബാഡ്ജ് കയ്യിലുള്ളത് ആര്യൻ, ജസീൽ ആൻഡ് പിന്നെ ആദില നൂർ ഇവരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബാഡ്ജിൻ്റെ ഡിബേറ്റ് നടക്കുമ്പോഴത്തേക്കിനും ഫസ്റ്റ് വരുന്നത് ജസീലിനോട് ഓപ്പോസിറ്റ് ചെയ്യുന്നത് നവീനാണ്. അപ്പോൾ ജസീലിനാണെങ്കിൽ കുറേ അതായത് സംസാരിച്ച് ജസീൽ മലയാളം പറയുന്നുണ്ട് എല്ലാവരോടും, "എനിക്ക് നിങ്ങളെക്കാട്ടിലും എല്ലാം മലയാളം അറിയാം, എനിക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം" എന്നൊക്കെ പറയുന്ന ജസീൽ പറയുന്നുണ്ട്, "എനിക്ക് നിങ്ങളുടെ ഒപ്പം ഇത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മേക്കപ്പ് ചെയ്യണം, എനിക്കത് വേണം" എന്നൊക്കെയാണ്. ഞാൻ ഈ കഷ്ടപ്പെട്ടാണ് ഇത് നേടിയത്. ഈ ബാഡ്ജ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് കുറേ വൂൺസൊക്കെ ഉണ്ടായി, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നു. "ഞാൻ അത്രയും കഷ്ടപ്പെട്ടു, ഞാൻ ഹാർഡ് വർക്ക് ചെയ്താണ് വാങ്ങിയെന്നൊക്കെ ഉള്ള രീതിയിലാണ് ജസീൽ ഇതിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അപ്പോൾ നവീൻ ഓപ്പോസിറ്റ് ചെയ്തു പറഞ്ഞു, "ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫറാണ്." നവീൻ്റെ ടോക്കിംഗ് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ട്. നവീൻ അടിപൊളിയായിരിക്കും. ഇനി മുന്നോട്ട് നവീൻ നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളെ. ബിഗ് ബോസിനോട് വരെ സംസാരിക്കുന്ന രീതി ഭയങ്കര കോമഡി ആയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇയാൾ പറയുന്നത്, "ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫറാണ്, പിന്നെ എനിക്ക് നല്ല ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോണു. പിന്നെ ഞാനിവിടെ ചോരക്കാരായിട്ട്, എനിക്കറിയാം ഇവിടെ ചോര പൊടിയുന്ന സ്ഥലമാണ്, ഇവിടെ വന്നിട്ട് ചോരക്കാരുടെ എടുക്കാൻ ഞാൻ തയ്യാറല്ല" എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് പറയുന്നുണ്ട്. ആ ഒരു ഇതിൽ നവീനാണ് സ്കോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആദില നൂറ, ശാരിക നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദില നൂറയും വിട്ടു കൊടുക്കുന്നില്ല. അവരും നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. "ഞങ്ങൾ ഒരിക്കലും ഒരു
ഈ ശാരിക പറയുന്നു അവർ 2 പേരായിട്ട് നിന്ന് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ 100% അവർ ഗെയിമിൽ ഇൻവോൾവ് ആണെന്ന് തോന്നുന്നില്ല. പിന്നെ 24/7 ഗെയിമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ശാരിക. പിന്നെ അവരുടെ 100% അവർ ഗെയിമിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാരികയുടെ ഒരു ഗെയിം ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ശാരിക ആരെങ്കിലും പറയുമ്പോൾ അതിന് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ബിഗ് ബോസിൻ്റെയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ലിവിങ് ഏരിയയിൽ അവർ ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും പറയുമ്പോൾ അതിനെ പറ്റിയുള്ള സംസാരങ്ങൾ, കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സംസാരം, ടോക്കിംഗ് അല്ലാതെ ശാരികയുടേതായ ഒരു ഗെയിം ഇതുവരെ ശാരിക മുന്നോട്ട് വെച്ചിട്ടില്ല. നമ്മളത് കണ്ടിട്ടുമില്ല. അപ്പോൾ ഗെയിം ശാരികയ്ക്കുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ശാരികയ്ക്ക് അത്യാവശ്യം സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ്. ആദില നൂർ അവർക്കും ഗെയിം ഇതുവരെയും കണ്ടിട്ടില്ല. അവരും ഗെയിം കളിച്ചിട്ടില്ല. പക്ഷെ അവരോട് എന്തോ എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ പിന്നെ അങ്ങനെയാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അവരുടെയും ഗെയിമൊന്നും കാണുന്നില്ല. ഒരു സേഫ് ഗെയിമറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ആദില നൂറ, ശാരിക സേഫ് ഗെയിമറൊന്നുമല്ല. പക്ഷേ അവരൊരു ഗെയിം കാണുന്നില്ല. അതേപോലെ തന്നെ രേണു സുധിക്കും വലിയ ഗെയിമൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. ആ ഒരു അക്ബറിൻ്റെ ഒരു ടോക്കിംഗ് വേ അല്ലാതെ വേറൊന്നും തന്നെ അവരുടെ ഒരു ഗെയിമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആര്യനും ഒനീലുമാണ് വരുന്നത്. ഒനീൽ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈസിയല്ല. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളുടെ മനസ്സും വയറും നിറയ്ക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി തരുന്നുള്ളൂ. എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. സെയിം ടൈം ആര്യൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളവിടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവരവരുടെ ജോലി അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഇതിനൊരു എന്താ പറയുക, അതൊരു കാരണമല്ല. ആ രീതിയിലാണ് ആര്യൻ നല്ല രീതിയിൽ തന്നെ ആര്യൻ അതിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാഷ്റൂം കഴുകുന്നതിന് പിന്നെ ആര്യൻ്റെ അടിച്ചു മാറ്റുന്നതോടും വരെ ആര്യൻ ആ ബാൻഡ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അയാൾക്കത് വെറും ബാൻഡല്ല, അയാൾക്കത് സംതിങ് സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ തന്നെ അയാൾ സംസാരിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം അയാളുടെ ഇത് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ആര്യൻ അതിനെ ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ടാസ്കിൽ നടന്നത്. അതിൽ വിജയിച്ചത് നവീനും ജസീലും നവീനാണ് വിജയിച്ചത്. ആദില നൂറയിൽ ശാരിക, ആദില നൂറ വിന്നർ, ആര്യൻ ഒനിയിൽ ആര്യൻ തന്നെയാണ് വിജയിച്ചത്. അപ്പം ജസീലിന് ഇത് പോയത് നല്ല വിഷമമുണ്ട്. ജസീലിൻ്റെ ഡ്രസ്സുകളും ഇതൊക്കെ പോകുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളെല്ലാം തന്നെ ജസീലിൻ്റെ എല്ലാ ഡ്രസ്സുകളും തിരിച്ചു വയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ജസീൽ പക്ഷേ എല്ലാം ഒന്നും തിരിച്ചു വയ്ക്കുന്നില്ല. കുറച്ചൊക്കെ അടിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട്. അടിച്ചു മാറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, മാറ്റി വയ്ക്കുന്നുണ്ട് അവരുടെ കുറച്ച് സാധനങ്ങൾ കാണാതെ. അപ്പോൾ അത് ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് നടക്കുന്നത് ജസീലും നവീനും കൂടെ ഉള്ള ഒരു സംസാരമാണ്. നവീൻ ജസീലിനും മിഷേൽ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് നിങ്ങളെ ഞാൻ നവീനല്ല, നിങ്ങൾ നവീനല്ല കുവീൻ എന്നൊക്കെ. എനിക്കതൊരു കിഡിങ്ങായിട്ടൊക്കെയാണ് തോന്നിയത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മോനും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഈ പേരിങ്ങനെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കിഡിങ്ങായിട്ട് ഫീൽ ചെയ്യും. അത് രസമുണ്ടായിരുന്നു. അവരുടെ പിന്നെ ജസീൽ നവീനോട് പറയുന്നത് നിങ്ങൾ പട്ടി ഗെയിം പ്ലാനാന്ന് പറയുന്നുണ്ട്. കോമഡിയാണ് ഫീൽ ചെയ്തത്. കൊള്ളാം. നവീനും ജസീലും തമ്മിലൊരു അത്യാവശ്യം കൊള്ളാം, ഒരു കോമഡി കോംബോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ രാത്രി സംസാരിക്കുന്ന സമയത്തുണ്ട് അക്ബർ ജസീലൊക്കെ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ജസീലിനോട് നവീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇനി ഒരു കാര്യം, അതായത് ജസീലിന് ഇഷ്ടപ്പെട്ടില്ല നവീനെ അവരുടെ ഡ്രസ്സ് ബാൻഡ് കിട്ടിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നവീൻ ആ ദേഷ്യം മൊത്തം നവീനോട് തീർക്കുന്നുണ്ട്. അപ്പോൾ നവീൻ പറയുന്നുണ്ട് ഞാൻ വേറൊരു കാര്യം, ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെ ഉണ്ട്. ഇതൊന്ന് ജസീലിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങളുടെ ബാൻഡ് അടിച്ചു മാറ്റിയത് അക്ബറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസീൽ നേരെ അക്ബറിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അക്ബറിനോട് നിങ്ങളുടെ കർമ്മയാണ്, നിങ്ങൾക്കിപ്പോൾ ഗോൾഡ് കോയിൻ പോയില്ലേ, എല്ലാം നിങ്ങളുടെ കർമ്മയാണ്, നിങ്ങൾക്കിപ്പോൾ പവറൊന്നും ഇല്ലല്ലോ, അതെല്ലാം കർമ്മയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിൻ്റെ കബോർഡിൽ നിന്നൊന്നും അല്ല ഞാൻ എടുത്തത്, ഞാൻ അവിടെ എവിടെയും കൊണ്ടിട്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തു, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്ക്
ഈ ആദർശ് അഭിലാഷും അനുവും തമ്മിലൊരു ടോ സംസാരം നടക്കുന്നുണ്ട്. അഭിലാഷ് ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഭിലാഷ് കുറച്ച് ദേഷ്യ ടൈപ്പാണ്. എങ്കിലും ആവശ്യമുള്ളിടത്ത് മതി അത്. ആവശ്യമില്ലാത്തിടത്തുമൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നവീൻ വീണ്ടും ക്യാമറ നിൽക്കുന്നത്. ഞാൻ പച്ചക്കറിയിൽ വാങ്ങിക്കാൻ പോകുമ്പോഴും ഫിഷ് വാങ്ങിക്കാൻ പോകുമ്പോഴും എല്ലാം വെൽ ഡ്രസ്ഡായിട്ടാണ് ബിഗ് ബോസ് പോവാറ്. ആ എനിക്ക് ഡ്രസ്സ് വെൽ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് പരാതി പറയുന്നുണ്ട്. എന്നിട്ട് ക്യാമറയോടൊക്കെ നോക്കിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. ക്യാമറയോട് പറയും നിങ്ങൾ അവസാനം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലേ നിങ്ങൾ എൻ്റെ പുറകെ വരുന്നത്, അല്ലാത്തവ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ വരാറില്ലല്ലോ, അവരെയൊക്കെ അല്ലേ ഫോക്കസ് ചെയ്യുക, എന്നെ അല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണം, എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് നവീന്. അതിനുശേഷം അക്ബർ ശരത്ത് നോറയൊക്കെ കൂടെ സംസാരിക്കുന്നുണ്ട്. അക്ബർ പറഞ്ഞിട്ട് ജസീലിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സ്, പിന്നെ ആ ബാൻഡാണ്. ബാൻഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡ്രസ്സും മേക്കപ്പൊക്കെ ആണല്ലോ മെയിനായിട്ട്. അപ്പോൾ അതൊരു ആ ബാൻഡ് പോയാൽ അവരുടെ കോൺഫിഡൻസ് പോകും. അപ്പോൾ അവളുടെ ഡ്രസ്സും മേക്കപ്പും ഒന്നും ഇല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് പോകും. അപ്പോൾ അമ്മ അതിനെ അടിച്ച് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അക്ബർ അവിടെ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താകുമെന്ന് അറിയത്തില്ല. ജസീൽ പൊളിച്ച് കൈ കൊടുക്കുമെന്ന് കണ്ടറിയാം. അതിനുശേഷം അനുവും ഗേൾസും തമ്മിൽ അവിടെ ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അനു അനീഷിനെ പിന്നെയും സഹിക്കാം. അക്ബറിനെ പറ്റി ഒരു ടോക്കിങ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇഷ്യൂ ആക്കാം, ഇല്ലെങ്കിൽ വിടാം. അക്ബറിൻ്റെ ഒരു അക്ബറിനെ അത്ര പിടുത്തമില്ല അനുവിന്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. അക്ബർ ഒരു വല്ലാത്ത ഒരു റഫ് ക്യാരക്ടറായ പോലെ എല്ലാവരെയും അക്ബറിനെ ഒരു ഡോമിനേറ്റ് ചെയ്തായിട്ട് സംസാരിക്കുന്നത് എല്ലാവരോടും. അത് ഫീൽ ചെയ്യുന്നു. അതങ്ങനെ ഒരു രീതിയാണ് അക്ബറിൻ്റെ. അപ്പോൾ അതായിരിക്കാം അനു ഉദ്ദേശിച്ചത്, അറിഞ്ഞൂടാ. നമുക്ക് പോകെ അറിയാം എന്താ സംഭവം എന്ന്. പിന്നെ അടുത്തത് ബീബി ജസീലിനോട് പറഞ്ഞു, ജസീൽ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ട് വെക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ജസീൽ നിങ്ങൾ കരുതുന്നുണ്ടോ ജസീൽ ചെയ്തത് ശരിയാണെന്നൊക്കെ കരുതുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ഇതെന്താകുമെന്ന് ജസീലെല്ലാം തിരിച്ച് വെക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം വീക്ക്ലി ടാസ്ക് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഷാനവാസ് ഗോൾഡ് കോയിൻ കിട്ടിയതുകൊണ്ട് 2 പേരെ പകരം വിടാമെന്ന് പറയുന്നുണ്ട്. പരമാവധി കോയിൻസ് കളക്ട് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ കോയിൻ ഉള്ളവർ മാത്രമാണ് കളിക്കുക. അപ്പം അതിൽ വിന്നറായത് അക്ബറാണ്. അക്ബറിനാണ് കോയിൻസ് കിട്ടിയത്. അക്ബറിനപ്പോൾ 2 കോയിൻ, അതായത് ഒരു ഡെസ്റ്റിനി കോയിനും ഒരു ഗോൾഡ് കോയിനും ഉണ്ട്. അപ്പോൾ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് ഏത് കോയിൻ ആർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കും? അപ്പോൾ അക്ബർ ഡെസ്റ്റിനി കോയിനാണ് എടുക്കുക, ഗോൾഡ് കോയിൻ അഭിലാഷിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അക്ബറിനൊരു പവർ ഉണ്ട്. പവർ എന്ന് പറയുന്നത് അക്ബറിന് നൈറ്റ് ടാസ്കിൽ ഒരാളെ അകത്തേക്ക് ആക്കിയിട്ട് പകരം വേറൊരാളെ പുറത്തേക്ക് ഇടാമെന്നുള്ളൊരു ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ അക്ബർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസിനെ അകത്തേക്ക് എടുക്കുന്നു. അത് അക്ബറിൻ്റെ ഗെയിം പ്ലാനാണ്. അക്ബർ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട്. ആ ഷാനവാസിനെ നൈറ്റ് ടാസ്കിൽ നിന്ന് അകത്തേക്കും പകരം ഷാനവാസിന് പകരം രഞ്ജിത്തേട്ടനെ പുറത്തേക്ക് അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതേപോലെ തന്നെ ഗോൾഡ് കോയിൻ കിട്ടിയ അഭിലാഷ് ചെയ്യുന്നത്, അക്ബർ നോമിനേഷനിൽ വന്നു. പിന്നെ ആര്യനുണ്ട്. നേരെ ഷാനവാസിനെ എടുത്ത് നോമിനേഷൻ്റെ ഇടുകയാണ്. നെക്സ്റ്റ് വീക്കിലേക്ക് എവിക്ഷൻ നോമിനേഷനിലേക്ക് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നടന്നത്. എന്നിട്ട് അക്ബർ ഷാനവാസിനെ പറ്റി ശരത്തിനോടൊക്കെ പറയുന്നുണ്ട്, അവനെ ഞാൻ മനഃപൂർവ്വം എടുത്ത് അകത്തിട്ടാണ്, അല്ല അവൻ പറയും അവൻ അവിടെ പോയി ഗെയിം കളിച്ചിട്ട് വന്നതാണെന്നുള്ളൊരു സംസാരം അവനുണ്ടാവരുത്. അവനൊരു ഹീറോ പരിവേഷം വേണ്ട, അവൻ ഹീറോയിട്ട് കയറേണ്ട, അവന് എൻ്റെ ഔദാര്യത്തിൽ കയറിയതാണെന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ട്. അതേസമയം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ നേരെ ഒനിയിലും ശരത്തും അഭിലാഷൊക്കെ കൂടെ സംസാരിക്കുകയാണ്. ബിന്നിയെ പറ്റിയാണ് സംസാരിക്കുക. ബിന്നി കണ്ണിങ്ങാണ്, അല്ലെങ്കിൽ ബിന്നി ഒരു പോയിസണാണ് ഈ സീസൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ ഷാനവാസ് പറയുന്നുണ്ട്, അവൾ പറയുന്നുണ്ട് ഞാനൊരു ഡോക്ടർ മാത്രമല്ല, ഞാനൊരു ആർട്ടിസ്റ്റാണെന്നും കൂടിയൊക്കെ അവൾ പറയുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ ഭാവമാണ് എന്നുള്ള രീതിയിൽ ബിന്നിയെ പറ്റിയുള്ള പരദൂഷണം. ബിന്നി അത്യാവശ്യം ഗേൾസ് എല്ലാം അത്യാവശ്യം സംസാരിക്കുന്നവരൊക്കെയാണ്. അതിൽ കുറച്ച് എല്ലാം ഗെയിം ഇല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നത് രേണു, പിന്നെ ശൈത്യ, ശാരിക, പിന്നെ സരിക, അവരൊക്കെയാണ് ഗെയിം ഇല്ലാത്തടത്തും. എങ്കിൽ പോലും അവരെല്ലാം അത്യാവശ്യം സംസാരിക്കുന്നവരാണ്, ബോൾഡാണ്. ഇവരെക്കാട്ടിലും കുറച്ചുകൂടെ ബോൾഡൊക്കെ തന്നെയാണ് ഇടപെടുന്ന ഗെയിം ഉള്ളവരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് അത് കഴിഞ്ഞിട്ട് അക്ബറും പറയുന്നുണ്ട്, രഞ്ജിത്ത് അല്ലെങ്കിൽ സരിക
ആണ് പുറത്തേക്ക് ഇടാനിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എടാ നീ എന്തിനാണ് നിനക്ക് ബിന്നിയോ ശൈത്യോ ഇടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതാകുമ്പം ബിന്നി ഭയങ്കര ഉറക്കഭ്രാന്തിയാണ്, അവളെ നമുക്ക് സുഖമായിട്ട് പൊക്കാൻ പറ്റും, നീ അവനെ ശരത്തിനെ ഇങ്ങനെ ആക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അക്ബർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണെന്നൊക്കെ. അക്ബറിനൊരു പ്ലാൻ ഉണ്ട്, അതാണ് അക്ബർ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്ന ബീബിയുടെ വാണിംഗ് ആണ്. അതായത് ബാഡ്ജില്ലാതെ സാധനങ്ങൾ കൈവച്ചിരിക്കുന്നത് എല്ലാവരും തിരികെ സ്റ്റോർ റൂമിൽ വെക്കുകയെന്ന് ബിബി വാണിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ അനീഷും ശരത്തും അനീഷും ഒക്കെ ഷാനവാസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അനീഷ് ഷാനവാസിനെ പറ്റി പറയുന്നുണ്ട്. ബിഗ് ബോസിനോടാണ് പറയുന്നത്, ബിഗ് ബോസ് അവനൊരു ചതിയനാണ് ബിഗ് ബോസ്. അവൻ്റെ എല്ലാ സാധനങ്ങളും തിരിച്ചു വെക്കണം ബിഗ് ബോസ്. ഇവനൊരു ചതിയനാണ്. ഇവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉൾപ്പെടെ ഊരി വാങ്ങിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ബിഗ് ബോസ്. കാരണം അവൻ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ബിബിക്ക് എതിരാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടെ ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട് തിരിച്ച് വയ്ക്കാൻ. പിന്നെ നേരെ അക്ബറും ഷാനവാസും ഒക്കെ കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുന്നത്, ഷാനവാസ് പറയുന്നത്, ഞാൻ തീരെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതായത് നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഡേ ഞാൻ ഉറങ്ങിയിട്ടില്ല, കാരണം എനിക്ക് ഇവരെ ആരെയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് സെക്കൻഡ് ഡേ എനിക്ക് ഇവരെല്ലാം വിശ്വാസം വന്നു. കാരണം ബിൻസി അവൾ കുറച്ച് ഉറങ്ങി, ബാക്കി ശൈത്യയും ജസീലും ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ ഒക്കെ കുറച്ച് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് ഇവരെ വിശ്വാസം വന്നു, ഇവരാരും ഉറങ്ങാത്തതുകൊണ്ട് എന്നുള്ളൊരു ടോക്കിംഗ് വന്നു. അപ്പോൾ അക്ബറും ഷാനവാസും തമ്മിൽ അവിടെ സംസാരം ഉണ്ടാവുകയാണ്, ശരത്തൊക്കെ ആയിട്ട്. അപ്പോൾ നേരെ അക്ബർ ചെന്നിട്ട് ബിൻസിയോട് പറയാണ്, ഇവൻ നിങ്ങളെ ചതിക്കുകയായിരുന്നു. ഇവൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഇവനെ ഉറക്കം വെച്ച് നോക്കിയിട്ട് ഇവൻ ഇപ്പോൾ പറയുന്നത് ഇവൻ ഉറക്കം നടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശരിക്കും എന്നിട്ട് ഇതിൻ്റെ കൂടെ അവൻ പറയുന്നുണ്ട്, നിങ്ങളെ ആരെയും നിങ്ങളെ വിശ്വാസം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇവൻ ഉറക്കം നടിക്കുകയായിരുന്നു, നിങ്ങളിപ്പോൾ ആരാ എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അപ്പോൾ ബിൻസി വിളിക്കുന്നുണ്ട്, എടോ നിങ്ങളിങ്ങനെ ഇപ്പോൾ ഷാനവാസ് എടി പറയുന്നത് കേൾക്കെന്ന് പറയുമ്പോൾ ബിൻസി പറയുന്നത്, എടിയൊക്കെ വീട്ടിൽ ഇത് ബിൻസി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബിൻസിയും തിരിച്ച് എടോ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത്, നീ വീട്ടിൽ പോയി പറയുന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളാരായി നിങ്ങളെ ഉറക്കഴിച്ച് നോക്കി നമ്മളാരായി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, ഇതിപ്പോൾ ഷാനവാസ് പറയുന്നത്, ഞാൻ ഉറങ്ങിയില്ല എന്നുള്ള സത്യസമമായി ഞാൻ പറഞ്ഞതിന് ഇപ്പോൾ എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ പറയുന്നു. അത് കഴിഞ്ഞ് അക്ബർ ബിൻസിയോടൊക്കെ വന്ന് പറയുന്നുണ്ട്, അപ്പോഴാണ് അക്ബർ പറയുന്നത്, ഇവനെ ഞാൻ അകത്തേക്ക് എൻ്റെ ഔദാര്യത്തിൽ ഇവൻ കയറണം എന്ന് തന്നെയാണ്, ഇവന് ഹീറോ ആക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക്, നിങ്ങളെപ്പറ്റി ഓർക്കാഞ്ഞിട്ടല്ല, പക്ഷേ ഇവനെ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ അവൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്, അകത്തേക്ക് അവനെ കയറ്റിയത്. പിന്നെ ഈ അപ്പോൾ വിൻസി പറയുന്നുണ്ട്, ഇവർ രണ്ട് കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് നോക്കിയത്. പുള്ളി നമ്മുടെ അടുത്ത് ഭയങ്കര ഗെയിം പ്ലാനും അത് ഇതുമൊക്കെ ആയിരുന്നു, നമ്മളോട് ഭയങ്കര സംസാരം. എന്നിട്ട് പുള്ളി ഇതിൻ്റെ ഇടയിൽ കൂടെ കളിച്ചത് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഷാനവാസിനെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നിട്ട് വിൻസി ശൈത്യയോട് പറയുന്നുണ്ട്, ഈ പറയുന്നത് ഇവനെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിൻസി പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, എനിക്കിവിടെ ആരെയും വിശ്വാസമില്ല, ഇവരാരും തമ്മിൽ പരസ്പരം ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മുടെ അക്ബറും ജസീലും നിവിനും കൂടെ ഉള്ളൊരു സംസാരമുണ്ട്. അപ്പോൾ അതിൽ ജസീൽ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്നൊരു മലയാളി പയ്യനെ എനിക്ക് ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഒനീലിനോട് താല്പര്യമുണ്ടെന്നും പറയുന്നു, ഒനീൽ അങ്ങനെ എന്തോ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അപ്പോൾ നവീൻ പറയാണ്, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, ഞാൻ സിംഗിളായിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് സിംഗിളായിരിക്കണം, ഇതൊക്കെ നിങ്ങൾ ഇതിനകത്ത്, എനിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഇതിനെ സമ്മതിക്കില്ല. പിന്നെന്താ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അന്നേരം അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇത് മലയാള ഷോയാണ്, മലയാളത്തിൽ സംസാരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്ബറും ശരത്തും ഒക്കെ കൂടെ ഗെയിം പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാത്രിയിൽ ഇവരെ പൊക്കുന്ന ഇതൊക്കെ ശൈത്യയോട് അവളെ പൊക്കണം, കട്ടിലോട് കൂടി പൊക്കണം, പക്ഷേ അവളെ ഔട്ടാക്കിയേ പറ്റൂ, താല്പര്യമില്ല എങ്കിലും അവളെ ഔട്ടാക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ശരത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവർ രാത്രിയിൽ ഗെയിം പ്ലാനൊക്കെയാണ് പിന്നെ നടക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവർ വയ്ക്കും. ബൈ, ടാറ്റാ.